ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി മേഖലയിലെ കൃഷിഭൂമിയിൽ നിന്നും ഇറങ്ങാതെ കാട്ടാനക്കൂട്ടം. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി ഈ മേഖലയിൽ കാട്ടാനകൾ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. കർണാടക വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടാനക്കൂട്ടം തേജസ്വിനി പുഴ കടന്ന് അതിർത്തി ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശം വിതയ്ക്കുകയാണ്. ഇന്നലെ രാത്രി രാജഗിരിയിലെ തച്ചിലടത്ത് ഡാർവിൻ, അരീക്കാട്ട് ഷാജൻ എന്നിവരുടെ കൃഷിയിടത്തിൽ കാട്ടാന കയറി ഡാർവിൻ്റെ വൈദ്യുത വേലി തകർത്തു. പ്ലാവിൽ നിന്നും ചക്ക പറിച്ചെടുത്തു. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ തെങ്ങ്, വാഴ, കവുങ്ങ്, കരിമ്പ്, നാരകം എന്നിവ അടക്കമുള്ള കൃഷികൾ തകർത്തു. സമീപത്തെ മനോജിന്റെ കൃഷിയിടത്തിലും നാശനഷ്ടമുണ്ടായി. ജനവാസ മേഖലകളിലേക്കും കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലികൾ തകർത്താണ് കാട്ടാനകൾ എത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അടിയന്തര നടപടിയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.